ഹായ് കിഡ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസിലെ ലാസ്റ്റ് പാർട്ടാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ 10th ആക്ടിവിറ്റി. You might have prepared some posters while observing Environment Day. Look at the sample posters. Environment ഡേയിലെല്ലാം നമ്മൾ പോസ്റ്റേഴ്സൊക്കെ തയ്യാറാക്കിയിട്ടില്ലേ? എൻവയോൺമെൻറ്റ് ഡേ മാത്രമല്ല, വേറെ പല ആൻറ്റി ഡ്രഗ് ഡേ, പിന്നെ എയ്ഡ്സ് ഡേ, പിന്നെ ജലദിനം, അതിനൊക്കെ നമ്മൾ പോസ്റ്റേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം എന്താണ് വരുന്നത്? ലുക്ക് അറ്റ് സം സാമ്പിൾ പിക്ചേഴ്സ് ഗിവൻ ബിലോ. പ്ലാസ്റ്റിക് ഈസ് എവ്രിവെയർ, ദെൻ ഡോണ്ട് കിൽ ആ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലേ? അപ്പോൾ ഈ രണ്ട് പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വന്നിട്ട് പ്ലാസ്റ്റിക് നിരോധനം, അതിനെക്കുറിച്ചും, പിന്നെ എന്താണ് ഇപ്പോൾ സെക്കൻഡ് പോസ്റ്റർ മരം വെട്ടുന്നതിന് എതിരായിട്ടുമാണ് ഈ രണ്ട് പോസ്റ്റർ. അപ്പോൾ നമുക്കിതിൽ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ അനലൈസ് ദ പോസ്റ്റേഴ്സ് ഫോർ ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ കോണ്ടൻറ്റ്. അതിന് തന്നിരിക്കുന്ന കോണ്ടൻറ്റ് എന്താണ്? പിന്നെ എന്താണ്? പിക്ചർ, ഗ്രാഫിക്സ്, ഇല്ലസ്ട്രേഷൻസ്. അതിൽ തന്നിരിക്കുന്ന പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ലേ ഔട്ട്, അത് പ്രദർശിപ്പിച്ചിരിക്കുന്ന രീതി കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ മെസ്സേജ്, അതിലൊരു മെസ്സേജും ഉണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റർ എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദെൻ വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്? ഒരു പോസ്റ്ററിൽ ഈ 4 സംഭവത്തിൻ്റെയും ഉപയോഗം എന്താണെന്നാണ് പറയുന്നത്. ടു എഡ്യൂക്കേറ്റ്. നെക്സ്റ്റ് 2 നമ്മൾ ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ടു എഡ്യൂക്കേറ്റ്, സെക്കൻഡ് അവെയർനെസ്, തേർഡ് ടു അഡ്വർടൈസ്. അവെയർനെസ് എന്ന് പറയുമ്പം അവബോധം, അല്ലേ? ഇപ്പോൾ പറഞ്ഞ പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള അവബോധം, പിന്നെ മരം വെട്ടുന്നതിനെതിരായിട്ടുള്ള അവബോധം, അവെയർനെസ്. ദെൻ ടു അഡ്വർടൈസ്. കളക്ട് സം പോസ്റ്റേഴ്സ് ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി. Do you think posters like these have a special kind of language? Give some example. ഇതുപോലുള്ള പോസ്റ്റേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതരം ലാംഗ്വേജ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈവൻ ദോ ദർ ഇസ് നോ സ്പീച്ച്, അതായത് അവിടെ ഒരു സ്പീച്ച് ഇല്ലെങ്കിൽ, അവിടെ ഒരു സംഭാഷണം ഇല്ലെങ്കിലും നമുക്കതിൻ്റെ കാഴ്ചയിൽ തന്നെ ഈ കോണ്ടൻറ്റും പിക്ചറും ലേ ഔട്ടും മെസ്സേജും ഒക്കെ കാണുമ്പോൾ തന്നെ എന്തിനെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഈസ് ദാറ്റ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് എന്നാണ് ക്വസ്റ്റ്യൻ, ആൻഡ് ഗിവ് സം എക്സാമ്പിൾസ്. So answer for the first one. Do you think posters like these have a special kind of language? The answer is yes. Posters often utilize a unique visual language to communicate effectively. അതായത് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ പോസ്റ്റേഴ്സ് സാധാരണയായി ഒരു യുണീക്കായ ഒരു വേറിട്ട ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുക. അതെന്താണ് ലാംഗ്വേജ്? വിഷ്വൽ ലാംഗ്വേജ്, ദൃശ്യഭാഷ, ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താനായിട്ട്. അതായത് ഒരു പോസ്റ്റർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒന്നും പറഞ്ഞില്ലെങ്കിലും നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ആ തരത്തിലാണ് അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ, ടൈപ്പോഗ്രഫി, കളർ, ഡിഫറെൻറ്റ് ഫോൺസ് ആൻഡ് ഫോൺ സൈസസ് ക്യാൻ കൺവേ ഡിഫറെൻറ്റ് ഇമോഷൻസ്. എക്സാമ്പിൾ, ടൈപ്പോഗ്രഫി മീൻസ് സ്പെഷ്യൽ ടൈപ്പ്, ഈ ടൈപ്പിംഗ് ലാംഗ്വേജ്. ഒരു പോസ്റ്ററിന് നല്ല പലതരത്തിലുള്ള ഫോണ്ട്, അല്ലെ, പലതരത്തിലുള്ള റൈറ്റിങ്സ്, പല ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് അതിനെ പല രീതിയിൽ നമുക്ക് ആ ഒരു പോസ്റ്ററിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്താണ്? കളറ്, ഡിഫറെൻറ്റ് ഫോൺസ് ആൻഡ് ഫോൺ സൈസസ് ക്യാൻ കൺവേ ഡിഫറെൻറ്റ് ഇമോഷൻസ്. ലൈക്ക് bold fonts might be used to grab attention, while elegant fonts might be used to convey a sense of sophistication. Next, question B. Prepare some slogans on the misuse of electronic gadgets. ഫസ്റ്റ് എക്സാമ്പിൾ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. സെക്കൻഡ്, ഗാഡ്ജറ്റ്സ് ഇൻ ബാലൻസ്, ലൈഫ് ഇൻ ഫോക്കസ്. തേർഡ് വൺ, സ്ക്രീൻ ഡൗൺ, റിയൽ ലൈഫ് ഓൺ. ഫോർത്ത് വൺ, ഡോണ്ട് ലെറ്റ് സ്ക്രീൻ സ്റ്റീൽ യുവർ ഡ്രീം. Fifth one, use gadgets wisely, preserve eyesight. Sixth, disconnect to reconnect with the world. ഇതെല്ലാമാണ് ക്യാച്ചിങ് ആയിട്ടുള്ള ഓരോ സ്ലോഗൻസ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ C. As in Ricky's home, we use a number of gadgets to make our work easier. They educate and entertain us too. But
often they are misused. Design a poster on the misuse of electronic gadgets. അപ്പോൾ നെക്സ്റ്റ് ഒരു പോസ്റ്റർ മേക്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊരു ഫസ്റ്റ് നമ്മൾ പോസ്റ്റർ മേക്കിങ്ങിൻ്റെ ഇതിന് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, എന്താണ് 4 ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ട് ഒരു കോണ്ടൻറ്റ് വേണം, പിന്നെ പിക്ചർ വേണം, പിന്നെ എന്താണ് ഒരു ലേ ഔട്ട്, പിന്നെ മെസ്സേജ്. ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു ഒരു പോസ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്യണം, ഒരു പോസ്റ്റർ മേക്ക് ചെയ്യണം. പിന്നെ പോസ്റ്ററിനൊരു ടൈറ്റിൽ വേണം. ടൈറ്റിൽ ഒരു നല്ല ക്യാച്ചിയും ആയിരിക്കണം, നല്ല ഇമ്പാക്റ്റ്ഫുള്ളും ആയിരിക്കണം ടൈറ്റിൽ. ദെൻ അതിലെ മെസ്സേജ്, പിക്ചർ, ഇതെല്ലാം വെച്ചിട്ട് എന്താണ് അതിൻ്റെ സബ്ജക്റ്റ് ബേസ് ചെയ്യുന്നത്. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ മിസ്യൂസാണ് അതിൻ്റെ മെയിൻ സബ്ജക്റ്റ്. അത് വെച്ചിട്ട് വേണം ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.